നമസ്കാരം. അധ്യാത്മരാമായണ ഗദ്യപാരായണം 14-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. രാമലക്ഷ്മണന്മാർ സീതാന്വേഷണവുമായി വനത്തിലാണ്. കബന്ധനെ കണ്ടു. കബന്ധനെ അവൻ്റെ കൈകൾ ഛേദിച്ചപ്പോൾ ഒരു ഗന്ധർവൻ അതിൽ നിന്ന് ഉയർന്നു വന്നു. ഗന്ധർവൻ്റെ കഥ പറഞ്ഞു. അതിനുശേഷം ഭഗവാനെ സ്തുതിച്ചു. ഇനി ശബരിയാശ്രമ പ്രവേശമാണ് നമുക്ക് വായിക്കാനുള്ളത്. അതിലേക്ക് പ്രവേശിക്കാം. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ശബരിയാശ്രമ പ്രവേശം. ഗന്ധർവൻ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം മറഞ്ഞു. സന്തുഷ്ടന്മാരായ രാമലക്ഷ്മണന്മാർ ഘോരമായ വനത്തിലൂടെ നടന്ന് ശബരിയുടെ ആശ്രമത്തിലെത്തി. രാമലക്ഷ്മണന്മാരെ കണ്ട തപസ്വിനി സംഭ്രമത്തോടെ എഴുന്നേറ്റ് ഭക്തിപൂർവം രാമപാദങ്ങളിൽ വീണ് നമസ്കാരം ചെയ്തു. സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് അർഘ്യം, പാദ്യം, ആസനം എന്നിവ സമർപ്പിച്ച് പൂജിച്ചു. ശ്രീരാമദേവന്റെ പാദതീർത്ഥം ശിരസിലണിഞ്ഞു. പഴങ്ങളും കിഴങ്ങുകളും ഭക്ഷിക്കാൻ നൽകി. രാമലക്ഷ്മണന്മാർ ശബരി സമർപ്പിച്ച പൂജകൾ സ്വീകരിച്ച് ആനന്ദിച്ചു. ആ സമയം ഭക്തിയോടെ തൊഴുതുകൊണ്ട് ശബരി പറഞ്ഞു, പുണ്യം കൊണ്ട് ഞാനിന്ന് ധന്യയായി. എൻ്റെ ഗുരുഭൂതന്മാരായ മുനിജനങ്ങൾ അങ്ങയെ പൂജിച്ചുകൊണ്ട് അനേകായിരം വർഷങ്ങൾ തപസ്സനുഷ്ഠിച്ചു. അന്ന് ഞാൻ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. പിന്നീട് അവർ ബ്രഹ്മപദം പ്രാപിച്ചു. അവർ എന്നോട് പറഞ്ഞു, നീ ഇവിടെ തന്നെ വസിക്കണം. രാക്ഷസ നിഗ്രഹത്തിനായി മഹാവിഷ്ണു ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. നമ്മെയും ധർമ്മത്തെയും രക്ഷിക്കുന്നതിനായി ജഗന്നായകൻ ചിത്രകൂടത്തിൽ വന്നിരിക്കുന്നു. അദ്ദേഹം ഇവിടേക്കും വരും. അദ്ദേഹത്തെ കണ്ടിട്ട് നീ ദേഹത്യാഗം ചെയ്യുക. ഗുരുവചനങ്ങൾ സത്യമായിരിക്കുന്നു. അങ്ങയുടെ വരവും കാത്ത് അങ്ങയെയും ധ്യാനിച്ചുകൊണ്ട് ഞാൻ വസിച്ചു. ഈ പാദങ്ങൾ കണ്ടു വണങ്ങാൻ എൻ്റെ ഗുരുഭൂതന്മാരായ താപസന്മാർക്ക് പോലും യോഗമുണ്ടായില്ല. അറിവില്ലാത്തവളും താഴ്ന്ന ജാതിയിൽപ്പെട്ടവളുമായ ഈ മൂഢ ഈ ഭാഗ്യത്തിനൊന്നും അർഹയല്ല. വാക്കുകൾക്കും മനസ്സിനും വിഷയമല്ലാത്ത അങ്ങയുടെ രൂപം കാണാൻ കഴിഞ്ഞത് മഹാഭാഗ്യം തന്നെ. ദയാനിധേ, അങ്ങയുടെ പാതാരവിന്ദങ്ങൾ കൂപ്പി സ്തുതിക്കുന്നതിന് പോലും എനിക്കറിയില്ല. ഇത് കേട്ട് രാഘവൻ ശബരിയോട് പറഞ്ഞു, നീ ദുഃഖിക്കാതെ ഞാൻ പറയുന്നത് കേൾക്കൂ. പുരുഷൻ, സ്ത്രീ, ജാതി, നാമം, ആശ്രമം തുടങ്ങിയവയൊന്നും ഈ 3 ലോകങ്ങളിലും എന്നെ ഭജിക്കുന്നതിന് കാരണമാകുന്നില്ല. ഭക്തി മാത്രമാണ് കാരണം. മോക്ഷം ലഭിക്കാനും മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. തീർത്ഥസ്നാനമോ തപസ്, ധ്യാനം, വേദാധ്യായനം, ക്ഷേത്രോപവാസം, യാഗം മുതലായ കർമ്മങ്ങളോ കൊണ്ട് എന്നെ ആർക്കും കണ്ടെത്താൻ കഴിയുകയില്ല. എന്നോടുള്ള ഭക്തി മാത്രമാണ് എന്നെ കാണാനുള്ള ഉപായം. ഭക്തി സാധനം ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. മുക്തി നേടുവാനായി നീ ഇത് കേട്ടുകൊള്ളൂ. സജ്ജനങ്ങളുമായുള്ള സമ്പർക്കമാണ് ഒന്നാമത്തെ ഭക്തി സാധനം. എൻ്റെ കഥകൾ പറയുന്നത് രണ്ടാമത്തേത്. എൻ്റെ ഗുണഗണങ്ങളെ കീർത്തിക്കലാണ് മൂന്നാമത്തെ മാർഗം. എൻ്റെ വാക്കുകളെ വ്യാഖ്യാനിക്കൽ നാലാമത്തേതും. അഞ്ചാമത്തെ ഭക്തി സാധനം എന്ന് പറയുന്നത് എൻ്റെ അംശത്താൽ ജാതന്മാരായ ആചാര്യന്മാരെ ഉപാസിക്കലാണ്. പുണ്യശീലത്തോടും യമനിയമാദികളോടും കൂടി എന്നെ മുടങ്ങാതെ പൂജിക്കണമെന്നുള്ളത് ആറാമത്തെ ഭക്തി സാധനമാണ്. ഏഴാമത്തത് എൻ്റെ മന്ത്രങ്ങളെ ഉപാസിക്കലാണ്. എട്ടാമത്തേത് നീ കേട്ടുകൊള്ളൂ. എല്ലാറ്റിലും എൻ്റെ സാന്നിധ്യം അറിയുകയും എൻ്റെ ഭക്തന്മാരോട് ആസ്തിക്യത്തോടെ പെരുമാറുകയും ബാഹ്യവിഷയങ്ങളിലെല്ലാം വിരക്തരാവുകയും സർവ്വലോകാത്മാവാണ് ഞാനെന്ന് എപ്പോഴും കരുതുകയും വേണം. എൻ്റെ തത്വം ചിന്തിക്കലാണ് ഒൻപതാമത്തെ ഭക്തി സാധനം. ഇത് ചിത്തശുദ്ധി വരുത്തുവാനുള്ള ശ്രേഷ്ഠമായ ഉപായമാണ്. 9 വിധമുള്ള ഭക്തി സാധനങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിത്യമായ ഭക്തി ആർക്കാണുള്ളത്? മൂഢന്മാരായ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും തിര്യക്കുകൾക്കായാലും പ്രേമലക്ഷണമായ ഭക്തി ഉണ്ടാകുമ്പോൾ എൻ്റെ തത്വാനുഭൂതി ഉണ്ടാകും. തത്വാനുഭൂതി ഉണ്ടായാൽ മോക്ഷവും ലഭിക്കും. ഭഗവാനും മുനിമാർക്കും പ്രിയപ്പെട്ടവളായ ശബരി മോക്ഷത്തിന് കാരണം ഭക്തി തന്നെയാകുന്നു. മുനിപ്രിയെ, ഭക്തി ഉള്ളതുകൊണ്ട് നിനക്ക് എന്നെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. നിനക്ക് മോക്ഷവും അടുത്തിരിക്കുന്നു. എനിക്ക് പ്രിയപ്പെട്ടവളും സുന്ദരിയുമായ സീതയെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്? ജാനകി പോയ വഴി അറിയാമെങ്കിൽ നീ പറഞ്ഞു തരണം. രാഘവ വാക്യങ്ങൾ കേട്ട ശബരി ദുഃഖമെല്ലാം അകലുന്ന തരത്തിൽ പറഞ്ഞു, എല്ലാം അറിയുന്ന അങ്ങ് സർവജ്ഞനാണെങ്കിലും ലോകാനുസരണാർത്ഥം ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. സീതാദേവി വളരെ ദുഃഖിതയായി ലങ്കാപുരിയിൽ വാഴുന്നു. ദേവിയെ തട്ടിക്കൊണ്ടുപോയത് രാവണനാണെന്ന് അങ്ങ് അറിഞ്ഞാലും ഞാൻ എൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് സീതാദേവിയെ കണ്ടു. തെക്കോട്ട് കുറച്ചു ദൂരം ചെന്നാൽ പമ്പാനദി കാണാം. അതിൻ്റെ കിഴക്കുവശത്തായി ഋഷ്യമൂകാചലം കാണാം.
അവിടെ സുഗ്രീവൻ എന്ന വാനരശ്രേഷ്ഠൻ 4 മന്ത്രിമാരോടുകൂടി തൻ്റെ ജ്യേഷ്ഠനായ ബാലിയെ പേടിച്ച് വസിക്കുന്നുണ്ട്. മുനിശാപം കാരണം ബാലിക്ക് ഋഷ്യമുഖ പർവ്വതത്തിൽ കയറാൻ കഴിയുകയില്ല. അങ്ങ് സുഗ്രീവനെ വേണ്ടവിധം സംരക്ഷിക്കുക. അങ്ങ് സുഗ്രീവനുമായി സഖ്യം ചെയ്യുകയാണെങ്കിൽ ദുഃഖങ്ങളെല്ലാം അകന്ന് കാര്യലാഭമുണ്ടാകും. ഇനി ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് അങ്ങയുടെ പാദകമലങ്ങളോട് ചേരാൻ ഒരുങ്ങുകയാണ്. അങ്ങിവിടെ ഒരു മുഹൂർത്തം കൂടി വസിച്ച് എൻ്റെ മായാബന്ധനങ്ങൾ ഇല്ലാതാക്കി തരണം. ഭക്തിപൂർവം ഇപ്രകാരം പറഞ്ഞിട്ട് ശബരി ദേഹത്യാഗം ചെയ്ത് മുക്തി നേടി. താഴ്ന്ന ജാതിയായാൽ പോലും ഭക്തവത്സലൻ പ്രസാദിക്കുകയാണെങ്കിൽ അവർക്കെല്ലാം മോക്ഷം ലഭിക്കും. പുഷ്കരനേത്രൻ പ്രസാദിക്കുകയാണെങ്കിൽ ജന്തുക്കൾക്ക് പോലും ദുഷ്കരമായിട്ടൊന്നുമില്ല. ശ്രീരാമഭക്തിയുണ്ടെങ്കിൽ മുക്തി ലഭിക്കും. അതിനാൽ ശ്രീരാമപാദങ്ങൾ നിത്യവും സേവിച്ചുകൊള്ളുക. മന്ത്രം, തന്ത്രം, ധ്യാനം, കർമ്മം തുടങ്ങിയവയെല്ലാം ഒഴിവാക്കി ഗുരുനാഥൻ്റെ ഉപദേശപ്രകാരം ശ്രീരാമചന്ദ്രനെ നിത്യവും ധ്യാനിച്ചുകൊള്ളുക. എല്ലാ കാലവും ശ്രീരാമ മന്ത്രം ജപിക്കുക. ശ്രീരാമ ദേവകഥ കേൾക്കുകയും പറയുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിക്കുകയും ലോകം മുഴുവൻ ശ്രീരാമമയമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ശ്രീരാമചന്ദ്രനോട് ഐക്യം പ്രാപിക്കാൻ കഴിയും. പരമേശ്വരി ഭവതി എല്ലാ കാലവും രാമേതി ജപിച്ചുകൊള്ളൂ. പരമേശ്വരൻ പറഞ്ഞ ശ്രീരാമ വൃത്താന്തങ്ങൾ കേട്ട നേരം പാർവതി ഭക്തപരവശയായി ശ്രീരാമനിൽ മനസ്സുറപ്പിച്ച് ലയിച്ചിരുന്നു. ശാരിക പൈതലും പരമാനന്ദത്തോടെ പരമശിവ ജയിച്ചരുളുക എന്ന് അരുളി ചെയ്തു. ആരണ്യകാന്ഡം ഇവിടെ സമാപിക്കുകയാണ്. അടുത്തത് കിഷ്കിന്ധാകാന്ഡം. ശാരിക പൈതലെ, ആരോമലെ, നീ വന്ന് കഥയുടെ ശേഷം ഭാഗവും ചൊല്ലൂ. കാമദേവന്റെ ശത്രുവായ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോട് പറഞ്ഞ പ്രകാരം ഞാൻ കഥ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ശാരിക പൈതൽ കഥ പറഞ്ഞു തുടങ്ങി. ദശരഥപുത്രനായ ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി പമ്പാ സരസിൻ്റെ തീരത്തെത്തി വിസ്മയിച്ചു നിന്നു. ഒരു വിളിപ്പാട് മാത്രം വിസ്താരമുള്ളതും തെളിഞ്ഞ ജലമുള്ളതും ക്ഷീണം ഇല്ലാതാക്കുന്നതും ജന്തുക്കൾ നിറഞ്ഞതും വിടർന്ന താമര, വെള്ളാമ്പൽ, ആമ്പൽ, കരിങ്കൂവളം എന്നിവയാൽ അലങ്കരിക്കപ്പെട്ടതും പൂവള്ളികളാൽ ചുറ്റപ്പെട്ട വൃക്ഷങ്ങളുടെ നല്ല പഴങ്ങളോട് കൂടിയതും ആയ പമ്പാ സരസ് കണ്ട് കൗതുകം പൂണ്ട് വെള്ളം കുടിച്ച് ദാഹവും ക്ഷീണവും മാറ്റിക്കൊണ്ട് രാമലക്ഷ്മണന്മാർ മെല്ലെ നടന്നു. അടുത്തത് ഹനുമാൻ സമാഗമാണ്. വസന്തകാലത്താൽ സുഖശീതളമായ ഭൂതലത്തിലൂടെ രാമലക്ഷ്മണന്മാർ ദീർഘനിശ്വാസത്തോടും സീതാവിരഹം സഹിക്കാനാവാതെ കരഞ്ഞും നിരർത്ഥ ഭാഷണം നടത്തിയും ദുഃഖത്തോടെ ഋഷ്യമുഖ പർവ്വതത്തിനടുത്തേക്ക് നടന്നടുക്കുന്നത് കണ്ട് ഭയന്ന സുഗ്രീവൻ മന്ത്രിമാരെയും കൂട്ടി പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിൽ കയറി. എന്നിട്ട് ഭയത്തോടെ ഹനുമാനോട് പറഞ്ഞു, എന്തിനും സന്നദ്ധരായ 2 പേർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരൊക്കെയാണവർ? അവരെ കണ്ടാൽ ധീരന്മാരാണെന്ന് തോന്നുന്നു. നീ വേഗം പോയി കാര്യം മനസ്സിലാക്കി വരണം. ഇനി ജ്യേഷ്ഠൻ പറഞ്ഞ പ്രകാരം എന്നെ വധിക്കാൻ വരുന്നവരാണോ? വലിയ പരാക്രമികളാണെന്ന് തോന്നുന്നു. അവരുടെ തേജസ് ദിക്കുകളിലെല്ലാം വ്യാപിച്ച് തിളങ്ങുന്നത് നീ കാണുക. അവർ താപസവേഷധാരികളാണെങ്കിലും അമ്പും വില്ലും കയ്യിലുണ്ട്. ഹനുമാൻ, നീ ബ്രാഹ്മണവേഷം ധരിച്ചു ചെന്ന് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയണം. മുഖം, കണ്ണ്, സംഭാഷണം എന്നിവയുടെ ഭാവഭേദങ്ങളിലൂടെ അവരുടെ മനസ്സറിയണം. അവർ നമ്മുടെ ശത്രുക്കളാണെങ്കിൽ കൈകൊണ്ടും മിത്രങ്ങളാണെങ്കിൽ മുഖത്തിൽ തെളിച്ചം, പുഞ്ചിരി എന്നിവ കൊണ്ടും നമ്മെ അറിയിക്കണം. സുഗ്രീവന്റെ വാക്കുകൾ കേട്ട ഹനുമാൻ ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ച് ആദരവോടെ ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഹനുമാൻ രാമലക്ഷ്മണന്മാരോട് വിനയനായി ചോദിച്ചു, കാമദേവനെ വെല്ലുന്ന കാന്തിയുള്ള നിങ്ങൾ ഇരുവരും ആരെന്നറിയാൻ ആഗ്രഹമുണ്ട്. അത് നേരെ എന്നോട് പറഞ്ഞാലും. സ്വന്തം തേജസ് കൊണ്ട് തന്നെ ദിക്കുകളെയൊക്കെ ശോഭിപ്പിക്കുന്ന നിങ്ങൾ സൂര്യചന്ദ്രന്മാരാണെന്ന് തോന്നുന്നു. നിങ്ങളെ കണ്ടിട്ട് 3 ലോകത്തിൻ്റെയും സൃഷ്ടികർത്താക്കളാണെന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നു. വിശ്വൈക വീരന്മാരായ അശ്വിനി ദേവകളല്ലേ നിങ്ങൾ? അതോ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണഭൂതന്മാരായ ഈശ്വരന്മാരാണോ? പ്രധാന പുരുഷന്മാരായ നിങ്ങൾ മായയാൽ മനുഷ്യരൂപത്തിൽ സഞ്ചരിക്കുകയാണോ? ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കി ഭൂമിയിലുള്ള ഭക്തന്മാരെ രക്ഷിക്കുന്നതിനായി രാജകുമാരന്മാരുടെ വേഷത്തിൽ അവതരിച്ച പൂർണ്ണ ഗുണവാന്മാരായ പുണ്യപുരുഷന്മാർ തന്നെയാണ് നിങ്ങൾ. അതുമല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്താൻ തയ്യാറായി വന്ന നിത്യസ്വതന്ത്രരും മോക്ഷപ്രാപ്തി നൽകുന്നവരുമായ നരനാരായണന്മാരാണ് നിങ്ങളെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തൊഴുതു നിൽക്കുന്ന തൻ്റെ ഭക്തനെ കണ്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ബ്രഹ്മചാരിയുടെ രൂപം പൂണ്ട ഇവൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ശുദ്ധവും വ്യാകരണ നിബദ്ധവുമായ ഭാഷയിലാണ് ഇവൻ സംസാരിക്കുന്നത്. ഇവൻ നല്ലൊരു വൈയാകരണൻ തന്നെ.
അനന്തരം ശ്രീരാമൻ ഹനുമാനെ നോക്കി പറഞ്ഞു, ഞാൻ ദശരഥപുത്രനായ ശ്രീരാമനാണ്. ഇവൻ എൻ്റെ സഹോദരനായ ലക്ഷ്മണൻ. നീ പരമാർത്ഥം കേട്ടുകൊള്ളുക. ജനകപുത്രിയും എൻ്റെ പത്നിയുമായ സീതയോടൊപ്പം പിതാവിൻ്റെ നിയോഗമനുസരിച്ച് തപസ് ചെയ്യാനായി ഞങ്ങൾ വനത്തിലെത്തി. ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്ന അവസരത്തിൽ അതിക്രൂരനായ ഒരു രാക്ഷസൻ ജാനകിയെ അപഹരിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ അവളെ കാനനത്തിൽ എങ്ങും തിരഞ്ഞു, പക്ഷേ ഒരു സ്ഥലത്തും അവളെ കണ്ടില്ല. ഇപ്പോൾ നിന്നെ കണ്ടുമുട്ടിയ സുഹൃത്തെ, നീ ആരാണ്? ശ്രീരാമന്റെ ചോദ്യം കേട്ട് വായുപുത്രൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, രഘുപതേ, വാനരശ്രേഷ്ഠനായ സുഗ്രീവൻ പർവ്വതത്തിൻ്റെ മുകളിൽ വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മന്ത്രിമാരായി ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങൾ 4 പേരും അദ്ദേഹത്തെ പിരിയാതെ കൂടെ നടക്കുന്നു. വാനര രാജാവും ജ്യേഷ്ഠനുമായ ബാലി അനുജനായ സുഗ്രീവനെ അട്ടിപ്പുറത്താക്കി. സുഗ്രീവന്റെ ഭാര്യയെയും ബാലി അപഹരിച്ചു. വിശ്വമൂകാചലം സങ്കേതമാക്കി വിശ്വാസത്തോടെ സുഗ്രീവൻ വസിക്കുന്നു. സുഗ്രീവന്റെ ഭൃത്യനായ ഞാൻ വായുപുത്രനായ ഒരു വാനരനാണ്. ഭൃത്യനായ ഞാൻ അഞ്ജനയുടെ പുത്രനായ എൻ്റെ പേര് ഹനുമാൻ എന്നാണ്. അങ്ങ് സുഗ്രീവനുമായി സഖ്യം ഉണ്ടാക്കുകയാണെങ്കിൽ 2 പേർക്കും ശത്രുക്കളെ വധിക്കാൻ കഴിയും. അതിനു വേണ്ടുന്ന എന്തും എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്യാം. എനിക്ക് മറ്റൊരാശ്രയമായി ആരുമില്ല. ദയാനിധി, അങ്ങേക്ക് ഇത് സമ്മതമാണെങ്കിൽ എന്നോടൊപ്പം എഴുന്നള്ളിയാലും. ഇങ്ങനെ പറഞ്ഞിട്ട് ഹനുമാൻ തൻ്റെ യഥാർത്ഥ രൂപം ധരിച്ച് ശ്രീരാമൻ്റെ മുന്നിൽ വന്നു നിന്നു. നിങ്ങൾ ദുഃഖമെല്ലാം വെടിഞ്ഞ് എൻ്റെ തോളിൽ കയറിയാലും എന്ന് ഹനുമാൻ പറഞ്ഞപ്പോൾ ശ്രീരാമൻ ശബരിയുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് സമ്മതമേകി. സുഗ്രീവ സഖ്യം. ഹനുമാൻ ശ്രീരാമ ലക്ഷ്മണന്മാരെ തോളിലിരുത്തിക്കൊണ്ട് സുഗ്രീവന്റെ അരികിലെത്തി. ഹനുമാൻ സുഗ്രീവനോട് പറഞ്ഞു, സൂര്യപുത്ര, നീ ദുഃഖം വെടിയുക. സൂര്യവംശത്തിൽ പിറന്ന ശ്രീരാമനും സൂര്യപുത്ര, നീ ദുഃഖം വെടിയുക. സൂര്യവംശത്തിൽ പിറന്ന ശ്രീരാമനും ലക്ഷ്മണനുമാണിവർ. ശ്രീരാമചന്ദ്രന്റെ പത്നിയായ സീതാദേവിയെ അന്വേഷിച്ചാണ് അവർ ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത്. വിശ്വൈക നായകന്മാരായ ശ്രീരാമ ലക്ഷ്മണന്മാർ പർവ്വതലത്തിലുള്ള വൻമരത്തിന്റെ തണലിൽ വിശ്രമിച്ചു. ഹനുമാൻ പരമാനന്ദത്തോടെ സുഗ്രീവനോട് പറഞ്ഞു, അങ്ങ് ഭയമെല്ലാം വെടിയുക. സൂര്യവംശജാതന്മാരായ രാമലക്ഷ്മണന്മാരാണ് ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭവാൻ ഇനി ആരെയും പേടിക്കേണ്ടതില്ല. വേഗം ചെന്ന് വന്ദിച്ച് സഖ്യം ചെയ്തുകൊണ്ട് ഭഗവാന് പ്രിയപ്പെട്ടവനായി വസിക്കുക. സംപ്രീതനായ സുഗ്രീവൻ ആദരപൂർവ്വം സംഭ്രമത്തോടെ എഴുന്നേറ്റ് ശ്രീരാമചന്ദ്രനുള്ള ഇരിപ്പിടത്തിനു വേണ്ടി തളിരിലകൾ ഉരുത്തെടുത്ത് നിലത്തിട്ടു. ആ സമയം ഹനുമാൻ ലക്ഷ്മണനു വേണ്ടി ഇരിപ്പിടം തയ്യാറാക്കി. ഇതുകൊണ്ട് ലക്ഷ്മണനും സുഗ്രീവൻ ഇരിക്കുന്നതിനായി ഇലകൾ പറിച്ചെടുത്തു. എല്ലാവരും ദുഃഖമെല്ലാം മറന്ന് സന്തോഷത്തോടെ ഇരുന്നു. സുഗ്രീവനോട് ലക്ഷ്മണൻ ശ്രീരാമന്റെ കഥയെല്ലാം പറഞ്ഞപ്പോൾ ധീരനായ സുഗ്രീവൻ ശ്രീരാമനോട് പറഞ്ഞു, സ്ത്രീരത്നമായ സീതാദേവിയെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി തരുന്നുണ്ട്. അങ്ങയുടെ ആജ്ഞപ്രകാരം ശത്രുനാശത്തിനായി ഒരു മിത്രമായി അടിയൻ പ്രവർത്തിക്കാം. ഇതൊക്കെ ചിന്തിച്ച് അങ്ങ് ദുഃഖിക്കരുത്. രാവണനെയും അയാളുടെ കുലത്തെയും നശിപ്പിച്ച് ഞാൻ ദേവിയെ വീണ്ടെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ കണ്ടു. അങ്ങ് ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനും 4 മന്ത്രിമാരും കൂടി പർവ്വതത്തിൻ്റെ മുകളിൽ വസിക്കുന്ന സമയത്ത് സുന്ദരിയായ ഒരു സ്ത്രീയെ ഒരു രാക്ഷസൻ ആകാശമാർഗത്തിലൂടെ കൊണ്ടുപോയി. രക്ഷിക്കാൻ ആരുമില്ലാതെ രാമ രാമ എന്ന് അവൾ അലറിക്കരയുന്നുണ്ടായിരുന്നു. തീർച്ചയായും അവൾ അങ്ങയുടെ പത്നി തന്നെ ആയിരിക്കും. ഞങ്ങളെ പർവ്വതത്തിൻ്റെ മുകളിൽ കണ്ടപ്പോൾ ഉത്തമയായ ആ സ്ത്രീ പാരവശ്യത്തോടെ തൻ്റെ ആഭരണങ്ങൾ ഉത്തരീയത്തിൽ പൊതിഞ്ഞ് താഴേക്കെറിഞ്ഞു. ഞാൻ അതെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങേക്കത് കാണണമെന്നുണ്ടെങ്കിൽ കണ്ടാലും. ഇത് സീതാദേവിയുടെ ആഭരണങ്ങളാണോ എന്ന് മാനവശ്രേഷ്ഠനായ അങ്ങേക്ക് കണ്ടാൽ അറിയാമല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുഗ്രീവൻ ആഭരണങ്ങൾ ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ശ്രീരാമചന്ദ്രൻ ആഭരണങ്ങൾ എടുത്തു നോക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നെപ്പോലെ നിങ്ങളും സുന്ദരിയായ സീതയെ പിരിഞ്ഞോ? സീതേ, ജനകപുത്രി, എൻ്റെ പ്രിയെ എന്നിങ്ങനെ വിലപിച്ചുകൊണ്ട് ആ ആഭരണക്കൂട്ടം അദ്ദേഹം ദുഃഖത്തോടെ തൻ്റെ മാറിനോട് ചേർത്ത് പിടിച്ചു. സാധാരണ മനുഷ്യനെ പോലെ ആ ലോകൈകനാഥൻ വിലപിക്കാൻ തുടങ്ങി. ദുഃഖിതനായി കിടക്കുന്ന ശ്രീരാമനോട് ലക്ഷ്മണൻ പറഞ്ഞു, അങ്ങ് ദുഃഖിക്കരുത്. വാനരശ്രേഷ്ഠന്റെ സഹായത്താൽ രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുക്കാം. പ്രഭോ, പ്രസാദിച്ചാലും. ഇത് കേട്ട് സുഗ്രീവൻ പറഞ്ഞു, ലോകനാഥ, ഒട്ടും വ്യാകുലപ്പെടേണ്ട. രാവണനെയും വധിച്ച് സീതാദേവിയെ വീണ്ടെടുത്തു തരുന്നുണ്ട്. അങ്ങ് ധൈര്യമായിരുന്നാലും. ലക്ഷ്മണന്റെയും സുഗ്രീവന്റെയും സാന്ത്വനവാക്കുകൾ ശ്രീരാമന്റെ ദുഃഖം ശമിപ്പിച്ചു. വാനരശ്രേഷ്ഠനായ ഹനുമാൻ ആ സമയം അഗ്നി ജ്വലിപ്പിച്ച് ശുഭമുഹൂർത്തത്തിൽ സഖ്യവും ചെയ്യിപ്പിച്ചു. ശ്രീരാമനും സുഗ്രീവനും അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്ത് എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്ന വിശ്വാസത്തോടെ മനോദുഃഖമെല്ലാം വെടിഞ്ഞ് പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിൽ വസിച്ചു. ബാലിയും താനും തമ്മിൽ പിണങ്ങാനുള്ള കാരണങ്ങൾ സുഗ്രീവൻ ശ്രീരാമനോട് പറഞ്ഞു.
ആ ബാലി സുഗ്രീവ കലഹകഥ. പണ്ട് മയൻ എന്ന അസുരന് മായാവി എന്നൊരു പുത്രനുണ്ടായി. അവനോട് എതിരിടാൻ തക്കവരായി ആരുമില്ലാത്തതുകൊണ്ട് അഹങ്കരിച്ച് അവൻ നടന്നു. അങ്ങനെ നടക്കുന്ന അവസരത്തിൽ കിഷ്കിന്ധയിൽ വന്ന് വാനര രാജാവായ ബാലിയെ യുദ്ധത്തിനായി വിളിച്ചു. ഇത് കേട്ട് കോപാകുലനായ ബാലി ഉടനെ ചെന്ന് മായാവിയെ മുഷ്ടി കൊണ്ട് പ്രഹരിച്ചു. ദുഷ്ടനായ ആ അസുരൻ അവിടെ നിന്നും പേടിച്ചോടി. ബാലി അവൻ്റെ പിന്നാലെ ഓടി. ഇത് കണ്ട് ഞാനും പിന്നാലെ ഓടിച്ചെന്നു. അസുരൻ ഓടി ഒരു ഗുഹയ്ക്കകത്ത് കയറി. ആ സമയം ബാലി എന്നോട് പറഞ്ഞു, ഞാൻ ഗുഹയ്ക്കുള്ളിൽ കടന്ന് ഇവനെ വധിക്കും. നീ പേടിക്കാതെ ഗുഹാദ്വാരത്തിൽ നിൽക്കണം. ഗുഹാദ്വാരത്തിലൂടെ പാലാണ് വരുന്നതെങ്കിൽ അസുരനാണ് മരിച്ചതെന്ന് കരുതണം. ചോരയാണ് വരുന്നതെങ്കിൽ ഗുഹദ്വാരം അടച്ചിട്ട് നീ പോയി രാജ്യം വാഴുക. ഇങ്ങനെ പറഞ്ഞിട്ട് ബാലി ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു. 1 മാസത്തോളം ഞാൻ അവിടെ നിന്നു. എന്നിട്ടും അദ്ദേഹം പുറത്തു വന്നില്ല. ഗുഹാദ്വാരത്തിലൂടെ ചോര ഒഴുകി വന്നു. ജ്യേഷ്ഠനെ മഹാസുരനായ മായാവി വധിച്ചു എന്ന് കരുതി ദുഃഖിതനായ ഞാൻ ഗുഹാമുഖം കല്ലുകൊണ്ട് അടച്ച ശേഷം തിരികെ കിഷ്കിന്ധയിലെത്തി. വാനര വീരന്മാരും ബാലിയുടെ വേർപാടിൽ ദുഃഖിതരായി. അവർ എന്നെ വാനര രാജാവായി അഭിഷേകം ചെയ്തു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ മഹാബലശാലിയായ ബാലി തിരിച്ചു വന്നു. ഗുഹാദ്വാരം കല്ലുകൊണ്ടടച്ചത് തന്നെ കൊല്ലാനാണെന്ന് കരുതി കോപിഷ്ഠനായ ബാലി എന്നെ കൊല്ലാനായി പാഞ്ഞെത്തി. ഞാൻ ഭയത്തോടെ എല്ലായിടവും ഓടി നടന്നു. ലോകനാഥ, ഈ ഹൃശ്യമുഖ പർവ്വതത്തിൽ ശാപഭീതിയാൽ ബാലി വരികയില്ലെന്ന വിശ്വാസത്താൽ ഇവിടെ താമസമുറപ്പിച്ചു. മൂഢനായ ബാലി എൻ്റെ പത്നിയെയും പരിഗ്രഹിച്ചു. നാടും നഗരവും പത്നിയും വീടും നഷ്ടപ്പെട്ട് ദുഃഖിച്ചിരിക്കുകയാണ് ഞാൻ. അങ്ങയുടെ പാദകമലങ്ങളെ സ്പർശിച്ചതുകൊണ്ട് ഇപ്പോൾ അത്യന്തം സുഖമുണ്ടായി. സുഗ്രീവന്റെ വാക്കുകൾ കേട്ടിട്ട് ദുഃഖിതനായ ശ്രീരാമൻ കാരുണ്യത്തോടെ പറഞ്ഞു, ശത്രുവിനെ വധിച്ച് അങ്ങയുടെ പത്നി, രാജ്യം, സമ്പത്ത് മുതലായവ ഞാൻ വീണ്ടെടുത്തു തരാം. ഈ രാമന്റെ വാക്ക് സത്യമാണ്. ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ സുഗ്രീവൻ പറഞ്ഞു, ദേവേന്ദ്രപുത്രനായ ബാലിയെ വധിക്കുന്നത് വളരെ പ്രയാസമാണ്. അവനുള്ളതുപോലെ ബലം മറ്റാർക്കുമില്ല. ബാലിയുടെ പരാക്രമങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ദുന്ദുഭി എന്നു പേരുള്ള ഒരു മഹാസുരൻ പോത്തിന്റെ രൂപത്തിൽ കിഷ്കിന്ധാപുരത്തിന്റെ വാതിൽക്കലെത്തി ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. ഇത് കേട്ട് കോപിഷ്ഠനായ ബാലി മുന്നോട്ട് ചെന്ന് ആ പോത്തിന്റെ കൊമ്പുകളിൽ പിടിച്ച് ഞെരിച്ച് തറയിൽ വീഴ്ത്തി. അവൻ്റെ തല ചവിട്ടി പറിച്ചെടുത്ത് ചുഴറ്റിയെറിഞ്ഞു. മതംഗമുനിയുടെ ആശ്രമ പ്രദേശത്ത് അസുരന്റെ ചോര ചിതറി വീണു. ആശ്രമത്തെ അശുദ്ധമാക്കിയ ബാലി ഇനി ഋഷ്യമൂകാചലത്തിൽ വരികയാണെങ്കിൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കും എന്ന് മതംഗമുനി ശപിച്ചു. ഈ ശാപനിമിത്തമാണ് ബാലി ഇവിടെ വരാതായത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഭയം കൂടാതെ വസിക്കുന്നത്. ദുന്ദുഭിയുടെ തല മന്ദരപർവ്വതം പോലെ കിടക്കുന്നത് അങ്ങ് കണ്ടില്ലേ? ഇതിനെ എടുത്ത് എറിയാൻ കഴിയുന്നവന് ബാലിയെ വധിക്കാൻ കഴിയും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ തൻ്റെ തൃക്കാൽ പെരുവിരൽ കൊണ്ട് ദുന്ദുഭിയുടെ തലയെ തട്ടി മേൽപോട്ടെറിഞ്ഞു. അത് 10 യോജന ദൂരത്ത് പോയി വീണു. ഇത് കണ്ട് സുഗ്രീവൻ സന്തുഷ്ടനായി. മന്ത്രിമാർ വിസ്മയാധീനരായി ശ്രീരാമനെ പ്രശംസിച്ചുകൊണ്ട് തൊഴുതു നിന്നു. സുഗ്രീവൻ വീണ്ടും പറഞ്ഞു, രാജാവേ, ബാലി മൽപ്പിടുത്തത്തിന് ഉപയോഗിച്ചിരുന്ന 7 കരിമ്പനകളാണ് ഇവ. ദേവേന്ദ്രപുത്രനായ ബാലി ഈ 7 കരിമ്പനകളും പിടിച്ചു കുലുക്കുമ്പോൾ ഇവയുടെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും. വട്ടത്തിൽ നിൽക്കുന്ന ഇവയെ ഒരൊറ്റ അമ്പുകൊണ്ട് വീഴ്ത്തുന്നവന് ബാലിയെ വധിക്കാൻ കഴിയും. സുഗ്രീവൻ പറഞ്ഞത് കേട്ട് സൂര്യവംശോത്ഭവനായ രാമൻ വില്ലെടുത്ത് കുഴിയെ കുലച്ച് ഒരു ബാണം തൊടുത്തുവിട്ടു. ആ ബാണം 7 കരിമ്പനകളെയും പിളർന്ന ശേഷം പർവ്വതത്തെയും ഭൂമിയെയും ഭേദിച്ചിട്ട് ജ്വലിച്ചുകൊണ്ട് തന്നെ ആവനാഴിയിൽ തിരിച്ചെത്തി. ഇത് കണ്ട് വിസ്മയഭരിതനായ സുഗ്രീവൻ സസ്മിതം ശ്രീരാമനെ കൈകൂപ്പി തൊഴുതുകൊണ്ട് ഇപ്രകാരം സ്തുതിച്ചു. ഇനി നമുക്ക് വായിക്കാനുള്ളത് സുഗ്രീവന്റെ സ്തുതിയാണ്. അത് നമുക്ക് നാളെ വായിക്കാം. എല്ലാവർക്കും നമസ്കാരം.